അമ്മേ മഹാമായേ രക്ഷ. തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം. മേടത്തിന് ഇനി 7 മാസം. 30 വയസ്സ് തികയാനി അത്രേ ഉള്ളൂ. ഓ, അപ്പൊ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നണു. അതെ, ഇനി ചില്ലറ കാലല്ലേ ഉള്ളൂ. അല്ല, ഇനി 30 തികയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ദശാസന്ധ്യ. ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം. പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. മൃത്യുദോഷം തന്നെയാണ് കാണിക്കുന്നത്. ഇനിയുള്ള 7 മാസക്കാലം കൂടി വാഹനവുമായി ബന്ധപ്പെട്ട് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട പോലെ ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിവാക്കാമല്ലോ. അല്ല, വരുന്ന 7 മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും. ഗുളികന്റെ ഇരിപ്പും ചൊവ്വയുടെ കൂടെയാ. അഗ്നിഭയം, ജലഭയം ഇത്യാദിയാണ് ഫലം. ചൊവ്വയുടെ ഇരിപ്പുദോഷം ശക്തമായുണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ പണിക്കരെ? വരാനുള്ള വഴി തങ്ങില്ല എന്നാണല്ലോ. എന്നാലും ഇടവും വലവും കണ്ണു തെറ്റാതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും. പിന്നെ ദിവസവും ദേവീ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു കൊള്ളുക. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷയായിട്ടുള്ളൂ. അമ്മേ മഹാമായേ. മോൻ എങ്ങോട്ടാ? അമ്പലപ്പറമ്പിലേക്കാ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും പോണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലപ്പറമ്പ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന് ഞാൻ മടുത്തു. അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ. മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത്, കുറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന്. പണിക്കര് കള്ളൻ. അയാളെങ്ങനെ പിടിച്ച് പൂട്ടിയിടണം അപ്പ അറിയാം. ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വരുത്തണേ. എനിക്കൊരു മനസമാധാനവും ഇല്ല. ഇതെന്തൊരു പരീക്ഷണമാ എന്റെ ഈശ്വര. എവിടെ കുഞ്ഞുകുട്ടൻ? മുകളിലുണ്ട്. പുറത്തേക്കെങ്ങും പോണ്ടാന്ന് പറഞ്ഞ എന്റെ ദേഷ്യത്തിലാ. അതിനിടയ്ക്ക് അവതരിക്കുന്നത് തുടങ്ങിയാൽ ദേഷ്യം വന്ന് പിടിച്ചാ പിടി കിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കഷ്ടകാലം നെറുകയിലിരിക്കണ സമയം. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ വേണം. അതൊക്കെ പറയാ. കണ്ണ് തെറ്റാതെ നോക്കണമെന്നാ പണിക്കര് പറഞ്ഞിരിക്കണേ. ഞാൻ ഒരുത്തി എത്രാന്ന് പറഞ്ഞ അവന്റെ പറയാൻ നടക്കുന്നത്. ഏട്ടനറിയാലോ അവന്റെ മുൻകോപവും പിടിവാശിയും ഒക്കെ. നീ ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും പോരാ. ഞാൻ ആലോചിക്കണത് ആരെയെങ്കിലും വിളിച്ചാലോന്നാ. മുഴുവൻ സമയവും കൂടെ നിന്ന് നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ പരിചയത്തില്? പരിചയത്തിൽ ഒരുപടി ആളുകളുണ്ട്. പക്ഷെ തറവാട്ടി കയറ്റാൻ പറ്റിയ അന്തസ്സുള്ള ആളുകൾ തന്നെ വേണമല്ലോ. എന്റെ ഒരു കേട്ടറിവ് വെച്ച് 2 പേരുണ്ട്. ആരാ അവരെ? വലിയ രാമൻ നായരും ചെറിയ രാമൻ നായരും മഹാപണ്ഡിതന്മാരാ. അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചു തമ്പുരാന്റെ സ്വഭാവത്തിന് അങ്ങേയറ്റം ഗുണം കിട്ടും. തെളിച്ചു പറയടോ. വേദങ്ങൾ 4 പിന്നെ ഉപനിഷത്തുകൾ. സംസ്കൃതമാണെങ്കിൽ അരച്ച് കലക്കി കുടിച്ചിരിക്കുക. അവരെ കൊണ്ടുവരാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹേ. സൂക്ഷിച്ചിറങ്ങിക്കോളൂ. പോവുക, കയ്യ പിടിക്കാം. ഓ, ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ 2 മനുഷ്യന്മാരെന്താ അഭിപ്രായം ഉണ്ടോ? ഓ, എന്നാ വഴി കാണിച്ചാൽ മതി. എത്ര മൈൽസ് ഉണ്ടാവും സുമാർ? ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ. ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. അപ്പൊ 100 തണ്ടാന്മാരെപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കും അല്ലേ? തണ്ടാന്മാരെ കാര്യം വലിയ കഷ്ടാണല്ലോ. പുളൂസൊന്നുമല്ല, ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് എടുക്കല്. ബാക്കിയുള്ളൊരു കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലേതാ. ആരും ഇതിന് അതെന്താടോ അങ്ങനെ? അതിനാണ് നടന്നിരുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണു കാണാൻ പറ്റൂല്ലോ. പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാൻ പണിയിട്ട് നടന്നാ പോരെ. എന്റെ വീട്ടിലോ നിർത്തണോ? ഇതാ കോലോത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കോലോത്ത തമ്പരാക്കന്മാരാ, അളിയന്മാരാ. എന്തേ മതിയായോ? ഓ,
കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു വലിയനാവുന്നാർ ആ കണ്ടോ കുട്ടിയാ കുറുമ്പനുമാ കണ്ടാലറിയാ ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണനാ എനിക്ക് ഇവനെ കാണുമ്പോ ഓർമ്മ വരുന്നേ. ഏയ് ഒപ്പളങ്ങാട്ടോട്ട് ബാലകൃഷ്ണൻ എന്നെയും അറിയാം, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പൊതുക്കും അവന് കിട്ടിയില്ല. വലിയനാവുന്നാരെ ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെ ആവുമോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. പോയി നോക്ക. വരിക വീട്ടുകാരെ, എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാപ്പൊലിന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തളയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറിപ്പടി കിട്ടിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടെ ഇപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ. ആയില്ലഞ്ചേരി കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം കുറുപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിക. ആ ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായര് ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട. അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കിടന്ന്? ചോദിക്കേണ്ടവരെ ചോദിച്ചിട്ട് തന്നെയാ വന്നിരിക്കണത്. ആണെങ്കിൽ പോരുത്. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കാൻ. അവിടെ ഊന്നാല്. ഇന്നിവിടെ ഊന്നാല്. ഇന്നിവിടെ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇന്നിവിടെ ഇരിക്ക്. ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറിപ്പടി പ്രകാരം കൊച്ചുതമ്പുരാനെ നോക്കാൻ വേണ്ടി. കുഞ്ഞൂട്ടന്റെ കാര്യത്തിനാ? അതിന് നിങ്ങൾ എന്തിനാ ഇയാളെ കയറി പിടിച്ചത്? കുറച്ചു മുമ്പ് ഒരാളാണ് ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതകപ്രകാരം കുറച്ച് കഷ്ടമുള്ള കാല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ ഒരു 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം. ഒന്നും പേടിക്കണ്ട. ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം. പട്ടാമ്പിയിലെ മാടത്തോട് കേശവന് ഇതുപോലൊരു പ്രശ്നം പറയില്ല. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പുറത്തേക്ക് എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. അപ്പുറത്തേക്ക് കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രൻ. എവിടേക്കാ? ഇന്നു മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയെന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. പടി സൂക്ഷിക്ക. കാല് ഉമിക്കരി പല്ല് വെച്ചോളൂ. വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം.
പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങി പോവും. ദാ, അതുപോലെ. അമ്മേ അമ്മേ, ദാ വരുന്നു. എന്താ മോനെ? ഇത് കുറെ കൂടി പോകുന്നുണ്ട്. എന്തോന്ന്? എന്തിനാ 2 കോന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെ ഇപ്പൊ പറഞ്ഞേക്കണം. കുഞ്ഞൂട്ടാ, കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ. പ്രായമായി ഞങ്ങൾക്ക് പറ്റുമോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ? എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക്. അമ്പലത്തിൽ പോണ്ടേ? എങ്ങട്ടാ എങ്ങട്ടാ? നരകത്തിലേക്ക്. തമ്പ്രാനെ കുളിക്കാനാ വെള്ളം ചൂടാക്കണ്ടേ? എനിക്കോ? ഞാൻ ദിവസം കുളത്തിലാ കുളിക്കും. അത് പഴയ കഥ. ഇനി ഇന്ന് തൊട്ട് കുളത്തുകൂടില്ല. ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സില്ലെങ്കിലോ? ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ അടുത്ത് ചെറിയ രാമനാര് ഒന്ന് വേഗം എടുക്കുക. എന്നെ വിടുന്നു. ഞാൻ അവിടെ കുളത്തിലെ ഇരിക്കാൻ. കുളിക്കുള്ളൂ. അവിടെ ഇരിക്കാൻ. എന്തൊരു കഷ്ടായത്. എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോകൊന്നുമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. ഇനി ഓടിപ്പോയാലും പിടിച്ചുകൊണ്ടുവരാന്നൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് നോക്കണം. പറയുമ്പോലെ ചെറിയ തമ്പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നടക്കണേ? വീട്ടേക്ക് വലിയ രാമൻ നായരെ. ഇങ്ങോട്ട് പറയാം. ചെറിയ രാമൻ നായരെ, ആ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുക ഞാനാ, താനല്ല. നിങ്ങൾ 1-ാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ. വല്യരാമന്മാര് ഞാൻ എപ്പോഴും. ഈ തമ്പ്രാൻ എങ്ങോട്ടാ പോയേ? തമ്പ്രാനെ എവിടെ? തമ്പ്രാൻ എവിടെയാണോ? തമ്പ്രാൻ പറച്ചോണ്ട് എന്നോട് പോയൊക്കെ അന്നും കൂടി വരിക നോക്കുക. തമ്പ്രാനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചൂടുണ്ടോ അധികം? പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. എന്തു പറ്റി എന്റെ മോന്? നല്ല മനസ്സമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം. കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഭാര്യ വീട്ടിൽ വന്നാണല്ലോ. അവിടെ ഇറങ്ങാൻ വാഹനാണല്ലോ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ. ഈ പറഞ്ഞ അനുസരിച്ച് അധികം നല്ലല്ല. എന്താ തോന്നിയോസാ? ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ. തമ്പ്രാനെ ഇറങ്ങണം, നിർബന്ധമായിട്ട് ഇറങ്ങണം. ഞാനേ പിടിച്ചോളൂ. അയ്യോ തമ്പുരാനെ, രാമന്മാരെ അയ്യോ പിടിച്ചോളൂ. രാമന്മാരെ ഓടി പിടിക്കാ. അയ്യാത്തോണ്ടല്ലേ പിടിക്കാ. രാമന്മാരെ എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള്. ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ. എന്റെ തമ്പ്രാനെ, ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്. പുറത്ത് നിർത്തി വെള്ളം അടിച്ചാൽ മതി. കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ. ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി. അതറിയാം. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ലേ? അറിഞ്ഞു കാണൂ.